24 ഇലക്ഷൻ മെഗാ ബ്രേക്കിംഗ്. കോൺഗ്രസിന്റെ BJP ഡീൽ ആരോപണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച മാറ്റാൻ CPM ഉദ്ദേശിക്കുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട്. BJPയുമായി ഡീൽ ഉണ്ടാക്കുന്നത് പുറത്തു വരാതിരിക്കാനാണ് കോൺഗ്രസ് മുൻകൂട്ടി ആരോപണം ഉന്നയിക്കുന്നത്. ഭാര്യയോട് മത്സരിക്കരുതെന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ്. G സുധാകരൻ ഉൾപ്പെടെ ആര് പോയാലും പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മറുപടി പറയേണ്ട കാര്യമില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളത്തിലെ CPIഎമ്മിനെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ BJPയെയും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം. ഈ BJPക്കെതിരായ അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനം CPM ആണ്. ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളാണ് ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. BJPയുമായിട്ട് ഡീലുണ്ടാക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഈ ഡീല് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ് CPMുമായിട്ടാണ് ഡീല് എന്ന് പറയുന്ന തെറ്റായ അസംബന്ധമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഈ ഇലക്ഷനെ മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വികസനമാണ്. അത് അയാൾക്ക് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിലും ഞാൻ മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞോട്ടെ, ഞങ്ങളതിന് ആരും മൈൻഡ് ചെയ്യാൻ പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള പാർട്ടിയാണ് CPM. ഒരു 1.5 ലക്ഷത്തിലധികം അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് ഈ പറയുന്ന പോലെ 3-4 ആളുകൾ അവരുടെ തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിനേക്കാളത്ത് എത്ര വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ശ്രീത്ത്, ഇവിടെ ഈ ഡീൽ എന്ന് പറയുന്നത് CPM BJP ഡീൽ എന്ന് പറയുന്നത് കോൺഗ്രസ് ബോധപൂർവം കൊണ്ടുവരുന്ന ഒരു ഇലക്ഷൻ നറേറ്റീവ്, ഇലക്ഷൻ അജണ്ടയാണെന്നുള്ളതും അതിൽ കൊത്തേണ്ടതല്ല എന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീത്ത് അല്ലേ? ഹാഷ്മി, തീർച്ചയായും MV ഗോവിന്ദൻ നമ്മൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ മാത്രമല്ല പാർട്ടി CPMന്റെ എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും MV ഗോവിന്ദൻ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തും ഇന്നലെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ ഇന്ന് കോട്ടയം ജില്ലയിലുമാണ്. അപ്പോൾ എല്ലാ മണ്ഡലം കമ്മിറ്റികളിലെ അവലോകന യോഗങ്ങളിലും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നത് ഈ CPM BJP ഡീൽ എന്ന കോൺഗ്രസിൻ്റെ ആഖ്യാനത്തിൽ നറേറ്റീവിൽ വീഴരുത്, മറിച്ച് സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ, വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് താഴെത്തട്ടിൽ നടക്കേണ്ടത്. അത് മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ വികസനത്തിനൂന്നിയുള്ള പ്രചാരണമായിരിക്കണം. ഇത് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് BJP CPM ഡീൽ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനാണ് CPMുമായി ധാരണയുള്ളത് എന്ന ആരോപണം കൂടി ആവർത്തിക്കണമെന്ന് MV ഗോവിന്ദൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ BJP CPM ഡീൽ എന്നുള്ളത് കോൺഗ്രസിൻ്റെ നറേറ്റീവിൽ വീഴാതെ വികസന രാഷ്ട്രീയത്തിൽ ഊന്നി തെരഞ്ഞെടുപ്പിലെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് CPM ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നതും. ഹാഷ്മി അല്ല ശ്രീത്, പക്ഷേ ഇന്നലെ ആ ഡീൽ വീണ്ടും കത്തുന്നു. അതിനുശേഷം VD സതീശൻ്റെ പറവൂരിലെ പഴയ സംഘബന്ധം പറയൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് വളരെ വിശദമായ VD സതീശൻ്റെ മറുപടി, അതിന് CMന്റെ പിന്നെയുമുള്ള മറുപടി. MV ഗോവിന്ദൻ അങ്ങനെ പറയുമ്പോഴും ആ ഡീലിൽ തന്നെ നിൽക്കുകയാണ് LDFും UDFും. ശ്രീത്, തീർച്ചയായും ഹാഷ്മി, CPM BJP ഡീൽ എന്ന ആരോപണം, കോൺഗ്രസ് ഉയർത്തിവിട്ട ആരോപണം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുപ്രചരണത്തിൽ നിറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതിലൊരു തർക്കവുമില്ല. അതിന് കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പല മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങളും പരാതികളും ആക്ഷേപങ്ങളുമാണ്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോയത് RSS ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രമാത്രം ചർച്ചയാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. കാരണം 4 വോട്ടിന് വേണ്ടി RSSുമായി കൈകോർത്തിട്ടുള്ളതും കൈകോർക്കുന്നതും കോൺഗ്രസ് ആണ് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് ചൂണ്ടിക്കാണിക്കാനായി അദ്ദേഹം പറഞ്ഞത് 2006 പറവൂർ മണ്ഡലത്തിൽ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിളക്ക് കൊളുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അതിനെന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്, എങ്ങനെയാണ് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ 1977 കൂത്തുപറമ്പിലെ തെരഞ്ഞെടുപ്പടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് VD സതീശൻ മറുപടി നൽകുന്നത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP ഡീൽ എന്ന കോൺഗ്രസിൻ്റെ ആരോപണം ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പകഞ്ഞു മാറ്റി വികസന വിഷയങ്ങളിലേക്ക് പ്രചരണം കൊണ്ടുവരണം എന്ന ഉത്കടമായ ആഗ്രഹം CPIMനും LDFനും ഉണ്ട്. എന്നാൽ അത് സാധിക്കാത്തത് ഈ ആക്ഷേപങ്ങളെ പറ്റി ഉള്ള പ്രതികരണങ്ങൾ കൊണ്ട് പൊതുമണ്ഡലം നിറയുന്നതാണ്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.